ഓം ശാന്തി. പരമാത്മാ സ്നേഹത്തെക്കുറിച്ചുള്ള പോയിൻസുകൾ നമുക്ക് കേൾക്കാം. ആപ് ഗോപ് ഗോപിയോ കെ ചരിത്ര ഗായ ഹുയേ ഹെ. താങ്കൾ ഗോപഗോപികമാരുടെ ചരിത്രത്തെക്കുറിച്ച് പാടുന്നുണ്ട്. ഇതാരുടെ മഹിമയാണ്? സംഗമയോഗി ബ്രാഹ്മണ ആത്മാക്കളുടെ മഹിമയാണ്. ഇവിടെ ജ്ഞാനം കേൾക്കുന്ന പുരുഷന്മാരും സ്ത്രീകളുമാണ് ഇവിടെ ഗോപഗോപികമാർ. അങ്ങനെ ഭഗവാന്റെ ജ്ഞാനമുരളീനാദം കേട്ട് നമ്മുടെ മനസ്സ് ആനന്ദിക്കുന്ന അവസ്ഥയാണ്. ആനന്ദ നൃത്തം ചവിട്ടുന്ന അവസ്ഥ, മനസ്സിൻ്റെ ആനന്ദ നൃത്തമാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അതിനോടൊപ്പം തന്നെ എന്തൊക്കെയാണ് ചെയ്യുന്നത് നമ്മൾ കുട്ടികളിവിടെ? ഇതിൻ്റെ ഓർമ്മ ചിഹ്നങ്ങളാണ് ഭക്തിയിൽ ഇങ്ങനെ ശാസ്ത്രങ്ങളിൽ പാടപ്പെട്ടിരിക്കുന്നത്. ബാപ്സെ സർവ സംബന്ധോ കാ സുഖലേന അവർ മകൻ രഹന അഥവാ ലവ് മേ ലവ്ലീൻ രഹന. ആ മുഴുകിയ അവസ്ഥ എന്താണ് സൂചിപ്പിച്ചത്? ബാബയിൽ നിന്നും സർവ സംബന്ധങ്ങളുടെ സുഖമെടുക്കുക, പിന്നെയോ അതിൽ മുഴുകുക, ആ സ്നേഹത്തിൽ ലയിച്ചിരിക്കുക, ലൗലീനായിട്ടിരിക്കുക. അപ്പോൾ ഈ ഒരു അവസ്ഥയാണ് ഭക്തിയിൽ ഗോപികമാരുടെ ആ ഒരു ആനന്ദ നൃത്തം, ആ ലയനം എല്ലാം സൂചിപ്പിക്കുന്നത്. जब कोई अति स्नेह से मिलते हैं तो उस समय स्नेह के मिलन के यही शब्द होते हैं कि एक दूसरे में समा गए या दोनों मिलकर एक हो गए. പരസ്പരം സ്നേഹിക്കുന്നവർ തമ്മിൽ കാണുമ്പോൾ ആ സ്നേഹത്തിൻ്റെ മിലനത്തെ ഇങ്ങനെ പറയാറുണ്ട്, ഇവർ പരസ്പരം ആ സ്നേഹത്തിൽ ലയിച്ചിരിക്കുകയാണ്, ഒന്നായി തീർന്നു എന്നൊക്കെ പറയാറുണ്ട്. തോ ബാപ് കെ സ്നേഹമേ സമാഗേ അർത്ഥാത് ബാപ് കാ സ്വരൂപ് ഹോഗേ. അതുപോലെ ഇവിടെ നിങ്ങൾ കുട്ടികൾ ബാബയുടെ സ്നേഹത്തിൽ ലയിച്ചിരിക്കുകയാണ്. അർത്ഥം ബാബയുടെ സ്വരൂപമായി മാറി. ബാബ എങ്ങനെയുള്ളവനാണോ ആ സ്നേഹത്തിൻ്റെ സ്വരൂപം, സ്നേഹസാഗരം, അതുപോലെ നമ്മൾ കുട്ടികളും ബാബയെപ്പോലെ ആ സ്നേഹസ്വരൂപമായി മാറുകയാണ്. ഏക് തരഫ് ബേഹദ് കാ വൈരാഗ്യ ഹോ. അടുത്ത പോയിന്റ് പറഞ്ഞത്, നിങ്ങൾ കുട്ടികളുടെ ഉള്ളിൽ എന്തുണ്ടായിരിക്കണം? പരിധിയില്ലാത്ത വൈരാഗ്യം ഉണ്ടായിരിക്കണം. ദൂസരി തരഫ് ബാപ് കെ സമാൻ ബാപ് കെ ലവ് മേ ലവ്ലീൻ രഹോ. മറുഭാഗത്ത് ബാബയ്ക്ക് സമാനം എങ്ങനെ ഇരിക്കണം? ആ ബാബയുടെ സ്നേഹത്തിൽ ലയിച്ചിരിക്കണം, ലൗലീനായിട്ടിരിക്കണം. ഒരു വശത്ത് പരിധിയില്ലാത്ത വൈരാഗ്യഭാവം, അതായത് ഒന്നിനോടും നമ്മുടെ മനസ്സും ബുദ്ധിയും കുടുങ്ങുന്നില്ല, ആകർഷിക്കുന്നില്ല, ഒന്നിലേക്കും മനസ്സ് ആകർഷിക്കുന്നില്ല. എല്ലാം ഉപയോഗിച്ചുകൊണ്ടും എല്ലാവരുമായിട്ട് ഇടപെട്ടുകൊണ്ടും മനസ്സും ബുദ്ധിയും വേറിട്ടിരിക്കുക. ഇതിനാണ് ഇവിടെ പരിധിയില്ലാത്ത വൈരാഗ്യം എന്നുദ്ദേശിച്ചത്. ഈ പഴയ ലോകം, പഴയ ദേഹം, പഴയ ലോകത്തിലെ കാര്യങ്ങൾ, ഇതിൽ നിന്നെല്ലാം മനസ്സും ബുദ്ധിയും ഡിറ്റാച്ചായിരിക്കുക, ഇവിടെ ജീവിച്ചുകൊണ്ടും വേറിട്ടിരിക്കുക. അങ്ങനെ പരിധിയില്ലാത്ത വൈരാഗി ഭാവവും വേണം. അതിനോടൊപ്പം തന്നെ ബാബയ്ക്ക് സമാനം നമ്മൾ ബാബയുടെ ആ സ്നേഹത്തിൽ ലയിച്ചിരിക്കുകയും വേണം. ഏക് സെക്കൻഡ് और एक संकल्प भी इस लवलीन अवस्था से नीचे नहीं आവും. ബാബറാണ് ഈ സ്നേഹത്തിൽ ലയിച്ചിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒരു സെക്കൻഡ് പോലും താഴെ വരരുത്, സങ്കല്പം കൊണ്ട് പോലും താഴേക്ക് വരരുത് എന്ന് പറയാം. ആ സ്നേഹത്തിൽ തന്നെ ലയിച്ചിരിക്കണം. ഐസെ ലവ്ലീൻ ബച്ചോ കാ സംഘടന ഹി ബാപ്കോ പ്രത്യക്ഷ കരേക. ഇങ്ങനെയുള്ള ആ ലവ്ലീനായിരിക്കുന്ന ആ അവസ്ഥയുള്ള കുട്ടികളുടെ സംഘടനയാണ് ബാബയെ പ്രത്യക്ഷമാക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യണം? ബാബയുടെ ആ സ്നേഹത്തിൽ ലയിച്ചിരിക്കണം. അങ്ങനെയുള്ള കുട്ടികളുടെ ഒരു സംഘടന തന്നെ വേണം. അങ്ങനെയുള്ളവർക്കാണ് ബാബയെ പ്രത്യക്ഷമാക്കാൻ സാധിക്കുന്നത്. जो सदा बाप की याद में लवलीन अर्थात समाये हुए हैं, ऐसी आत्माओं के नयनों में और मुख के हर बोल में बाप समाया हुआ होने के कारण शक्ति स्वरूप के बजाय सर्वशक्तिवान नजर आएगा. ബാബയുടെ ആ സ്നേഹത്തിൽ ലയിച്ചിരിക്കുന്ന കുട്ടികളുടെ അടയാളം എന്താണ്? അതാണ് ബാബയോട് പറഞ്ഞത്. ആരാണോ ബാബയുടെ ഓർമ്മയിൽ സദാ ലയിച്ചിരിക്കുന്നത്, ആ സ്നേഹത്തിൽ ലയിച്ചിരിക്കുന്നത്, അങ്ങനെയുള്ള ആത്മാക്കളുടെ നയനങ്ങളിൽ, അവരുടെ വാക്കുകളിൽ എന്തുണ്ടായിരിക്കും? ബാബ അടങ്ങിയിട്ടുണ്ട്. ബാബയിൽ അവർ ലയിച്ചിരിക്കുന്നത് കാരണം ശക്തി സ്വരൂപത്തിന് പകരം അവർ സർവശക്തിവാനായിട്ട് നമുക്ക് കാണപ്പെടും. വെറും ശക്തി സ്വരൂപമല്ല, പക്ഷേ അവരെ നമ്മൾ സർവശക്തിവാൻ എന്നുള്ള രീതിയിലാണ്, ആ സ്വരൂപത്തിലാണ് കാണപ്പെടുന്നത്. जैसे आदि स्थापना में ब्रह्मा रूप में सदैव श्रेष्ठ दिखाई देता था, ऐसे आप बच्चों द्वारा सर्वशक्तिवान दिखाई दे. ഏതുപോലെ യജ്ഞത്തിൻ്റെ ആരംഭ സമയങ്ങളിൽ ബ്രഹ്മബാബയെ എങ്ങനെയാണ് കണ്ടിരുന്നത്? സദാ ശ്രീകൃഷ്ണൻ്റെ രൂപത്തിലാണ് കണ്ടിരുന്നത്. യജ്ഞത്തിൻ്റെ ആദ്യ സ്ഥാപനയുടെ സമയത്ത് ബ്രഹ്മാവിൻ്റെ രൂപത്തിൽ സദാ
ബ്രഹ്മാവിൽ സദാ ശ്രീകൃഷ്ണനെ കാണപ്പെട്ടിരുന്നു. അതുപോലെ താങ്കൾ കുട്ടികളിലൂടെ സർവശക്തിവാനായ ബാബയും കാണപ്പെടണം. जो सदा बाप की याद में लवलीन रह मेपन की त्याग वृत्ति में रहते हैं उन्हों से ही ബാബ് ദിഖായി ദേത്താ ഹെ. ആരിലൂടെയാണ് ബാബ കാണപ്പെടുന്നത്? ആരാണോ സദാ ബാബയുടെ ഓർമ്മയിൽ ലൗലീനായിരിക്കുന്നത്, ഞാനെന്ന ഭാവത്തിൻ്റെ ത്യാഗം ചെയ്തത്, ആ ത്യാഗവൃത്തിയിൽ ഇരിക്കുന്നവരുടെ അങ്ങനെയുള്ള കുട്ടികളിലൂടെ ബാബ പ്രത്യക്ഷമാകും. ഞാനെന്ന ഭാവത്തിൻ്റെ ത്യാഗഭാവമുള്ളവരിലൂടെ ബാബയുടെ പ്രത്യക്ഷത ഉണ്ടാകും. ആ ബच्चे नॉलेज के आधार से बाप की याद में समा जाते हो तो ഇത് സമാന ഹി ലൗലീൻ സ്ഥിതി ഹെ. താങ്കൾ കുട്ടികൾ ഈ ജ്ഞാനത്തിൻ്റെ ആധാരത്തിൽ ബാബയുടെ ഓർമ്മയിൽ ലയിക്കുകയാണ്. ഈ ലയിക്കുന്നത് തന്നെയാണ് ലൗലീനായിട്ടുള്ള സ്ഥിതി. जब लव में लीन हो जाते हो अर्थात लगन में मगन हो जाते हो तब बाप के समान बन जाते हो. അങ്ങനെ എപ്പോഴാണോ ആ സ്നേഹത്തിൽ ലയിച്ചിരിക്കുന്നത്, മുഴുകിയിരിക്കുന്നത്, അപ്പോൾ ബാബയ്ക്ക് സമാനമായി മാറുകയാണ്. जैसे कोई सागर में समा जाए तो उस समय सिवाय सागर के और कुछ नजर नहीं आएगा. ഏതുപോലെ സാഗരത്തിൽ മുങ്ങിയിരിക്കുന്ന ഒരാൾക്ക് സാഗരമല്ലാതെ വേറൊന്നും തന്നെ കാണപ്പെടില്ല. तो बाप अर्थात सर्व गुणों के सागर में समा जाना, इसको कहा जाता है ലൗലീൻ സ്ഥിതി. അപ്പോൾ എന്താണ് ലൗലീൻ സ്ഥിതി? ബാബ എന്ന് പറഞ്ഞാൽ ആരാണ്? സർവഗുണങ്ങളുടെ സാഗരമാണ്. അപ്പോൾ ആ സാഗരത്തിൽ ലയിക്കണം, ആ ഗുണങ്ങളുടെ സാഗരത്തിൽ ലയിക്കുക. ഇതിനെയാണ് പറയുന്നത് ലൗലീൻ സ്ഥിതി. तो बाप में नहीं समाना है लेकिन बाप की याद में स्नेह में समा जाना है. അതുകൊണ്ട് ബാബയിലല്ല ലയിക്കുന്നത്, പക്ഷേ ബാബയുടെ ഓർമ്മയിൽ ലയിക്കുകയാണ്. പിന്നെ ബാബയുടെ ആ ഗുണങ്ങളിൽ, ആ സ്നേഹത്തിൽ ലയിക്കുകയാണ്. जो नंबर 1 परवाने हैं उनको स्वयं का अर्थात इस देहभान का, दिन रात का, भूख और प्यास का, अपने सुख के साधनों का, आराम का, किसी भी बात का आधार नहीं. ആരാണോ നമ്പർ 1 ആയിട്ടുള്ള ശലഭങ്ങൾ, നമ്മൾ കുട്ടികളെ ബാബ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മളിപ്പോൾ ആരാണ്? നമ്പർ 1 ശലഭങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് സ്വയത്തിൻ്റെയോ ദേഹബോധത്തിൻ്റെയോ രാത്രി പകലിൻ്റെയോ അതുപോലെ തന്നെ വിശപ്പ്, ദാഹം, സുഖത്തിൻ്റെ സാധനങ്ങൾ, വിശ്രമം, അങ്ങനെ യാതൊരു കാര്യത്തിൻ്റെയും ആധാരം എടുക്കേണ്ടതായിട്ട് വരുന്നില്ല. वे सब प्रकार की देह की स्मृति से खोए हुए अर्थात निरंतर क्षमा के लव में लवलीन रहते हैं. അവർ എല്ലാ പ്രകാരത്തിലുള്ള ദേഹത്തിൻ്റെ സ്മൃതിയിൽ നിന്നും പിന്മാറി നിരന്തരം ആ പരമാത്മാവാകുന്ന ദീപത്തിൻ്റെ, ആ സ്നേഹത്തിൻ്റെ ആ ഒരു ലഹരിയിൽ മുഴുകിയിരിക്കുകയാണ്. ബാബയാകുന്ന ആ ദീപം സ്നേഹത്തിൻ്റെ ദീപമാണ്. ആ സ്നേഹത്തിൽ ലയിച്ചിരിക്കുകയാണ്. ജൈസെ ബാപ്പ് क्षमा ज्योति स्वरूप है, लाइटमय रूप है, वैसे क्षमा के समान സ്വയം भी लाइटमय रूप बन जाते हैं. ഏതുപോലെ ബാബയാകുന്ന ദീപം ജ്യോതി സ്വരൂപമാണ്, ലൈറ്റ്മൈറ്റ് സ്വരൂപമാണ്. അതുപോലെ ആ ദീപത്തിന് സമാനം നമ്മൾ കുട്ടികളും സ്വയവും ലൈറ്റ്മൈറ്റ് രൂപമായി മാറുന്നു. സേവാ മേ സഫലതാ കാ മുഖ്യ സാധൻ ഹെ ത്യാഗ് ഔർ തപസ്യ. അടുത്ത പോയിന്റ് പറയുകയാണ്, സേവനത്തിൽ സഫലത കിട്ടുന്നതിനുള്ള മുഖ്യ സാധനമാണ് ത്യാഗവും തപസ്യയും. ऐसे त्यागी और तपस्वी अर्थात सदा बाप की लगन में लवलीन, प्रेम के सागर में समाये हुए, ज्ञान आनंद सुख शांति के सागर में समाये हुए को ही कहेंगे तपस्वी. അപ്പോൾ ആരെയാണ് തപസ്വി എന്ന് പറയുന്നത്? ബാബരെയാണ് ത്യാഗിയും. തപസ്വി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? സദാ ബാബയുടെ ആ സ്നേഹത്തിൽ ലയിച്ചിരിക്കുക. അങ്ങനെ സ്നേഹത്തിൻ്റെ സാഗരത്തിൽ ലയിക്കണം. ജ്ഞാനത്തിൻ്റെ, ആനന്ദത്തിൻ്റെ, സുഖത്തിൻ്റെ, ശാന്തിയുടെ സാഗരത്തിൽ ലയിച്ചിരിക്കുന്ന ആ അവസ്ഥയാണ് പറയുന്നത് തപസ്വി. ഐസെ ത്യാഗ് തപസ്യ വാലേ ഹി സച്ചേ സേവാധാരി ഹെ. അങ്ങനെയുള്ള ത്യാഗിയും തപസ്വിയുമായിട്ടുള്ളവരാണ് സത്യമായ സേവാധാരി. जैसे लौकिक रीति से कोई किसके स्नेह में लवलीन होता है तो चेहरे से, नयनों से, वाणी से अनुभव होता है कि यह लवलीन है, आशिक है. ऐसे जिस समय स्टेज पर आते हो तो जितना अपने अंदर बाप का स्नेह मर्ज होगा उतना स्नेह का बाण औरों को भी स्नेह में घायल कर देगा. അടുത്ത പോയിന്റ് പറഞ്ഞത്, ഇതുപോലെ ലൗകിക രീതിയിൽ
ആരെങ്കിലും പരസ്പരം സ്നേഹത്തിൽ വരുമ്പോൾ, ലവ്ലീനായിരിക്കുമ്പോൾ, ആ സ്നേഹത്തിൽ ലയിച്ചിരിക്കുമ്പോൾ അവരുടെ മുഖത്തു നിന്നും അവരുടെ നയനങ്ങളിൽ നിന്നും വാക്കുകളിൽ നിന്നും ഒക്കെ എന്ത് അനുഭവം ഉണ്ടാകും? ഇവർ ലയിച്ചിരിക്കുകയാണ്, സ്നേഹത്തിൽ ലയിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇവർ പ്രിയതമയാണ്. അതുപോലെ നമ്മൾ കുട്ടികൾ ഏത് സമയത്താണോ സ്റ്റേജിലേക്ക് വരുന്നത്, സൃഷ്ടിയാകുന്ന സ്റ്റേജിലേക്ക് വരുന്നത്, കർമ്മമാകുന്ന സ്റ്റേജിലേക്ക് വരുന്നത്, അപ്പോൾ നമ്മുടെ ഉള്ളിൽ എത്രത്തോളം ബാബയുടെ സ്നേഹം എമർജ് ചെയ്യുന്നോ, നമ്മുടെ ഉള്ളിൽ എത്രത്തോളം ആ ഈശ്വരീയ സ്നേഹം നിറയ്ക്കുന്നോ, അത്രയും ആ സ്നേഹത്തിൻ്റെ അമ്പ് മറ്റുള്ളവരിലും ആ സ്നേഹത്തിൽ മുറിവേൽപ്പിക്കും. സ്നേഹത്തിൻ്റെ മുറിവേൽപ്പിക്കുകയാണ്. നമ്മളത്രയും സ്നേഹത്തിൽ മുഴുകിയിരിക്കണം. അപ്പോൾ മറ്റുള്ളവരുടെ മേലെ നമുക്ക് ആ ഈശ്വരീയ സ്നേഹത്തിൻ്റെ ബാണമേത് അവരെയും അതിൽ പരിവർത്തനപ്പെടുത്താൻ സാധിക്കും. അടുത്ത പോയിന്റ് പറഞ്ഞത്, मास्टर नॉलेजफुल मास्टर सर्वशक्तिवान की स्टेज पर स्थित रह भिन्न भिन्न प्रकार की क्यू से निकल बाप के साथ सदा मिलन मनाने की लगन में अपने समय को लगाओ और लवलीन स्थिति में रहो. ബാബറയാണ് മാസ്റ്റർ നോളജ്ഫുൾ, പിന്നെ മാസ്റ്റർ സർവശക്തിവാൻ. ഈ സ്ഥിതിയിൽ സ്ഥിതി ചെയ്തുകൊണ്ട് പല പല പ്രകാരത്തിലുള്ള ക്യൂവിൽ നിന്ന് മുക്തമാകണം. എന്തുകൊണ്ട്, എങ്ങനെ എന്നുള്ള ചോദ്യങ്ങളുടെ ക്യൂവിൽ നിന്നെല്ലാം മുക്തമാകണം. പിന്നെ ബാബയോടൊപ്പം സദാ ആ മിലനം ആഘോഷിക്കുന്നതിൻ്റെ ലഹരിയിൽ നമ്മുടെ സമയത്തെ ഉപയോഗിക്കണം. ആ ലഹരിയിൽ ഇരിക്കുന്നതിന് വേണ്ടി, ബാബയുടെ ആ സ്നേഹത്തിൽ ലയിച്ചിരിക്കുന്നതിന് വേണ്ടി ആ സമയം നമ്മൾ കണ്ടെത്തണം. പിന്നെ ഈ ലൗലീൻ സ്ഥിതിയിലിരുന്നാലോ ബാക്കി എല്ലാ കാര്യങ്ങളും സഹജമായിട്ട് തന്നെ സമാപ്തമായിക്കോളും. ഫിർ ആപ്കെ സാമനെ ആപ്കി പ്രജ ഓർ ഭക്തോക്ക് ക്യൂ ലഗേഗി. പിന്നീടോ താങ്കളുടെ മുന്നിൽ താങ്കളുടെ പ്രജ, അതായത് സത്യത്രതയിൽ താങ്കളുടെ പ്രജകളുടെ ക്യൂ ഉണ്ടായിരിക്കും. പിന്നെ ദ്വാപര കലിയുഗത്തിൽ നിങ്ങളുടെ മുന്നിൽ ഭക്തരുടെ ക്യൂവും ഉണ്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നമ്മുടെ സമയത്തെ ബാബയുടെ ആ സ്നേഹത്തിൽ മുഴുകിയിരുത്തുന്നതിൽ ഉപയോഗിക്കണം. അങ്ങനെ നമ്മളെല്ലാം മാസ്റ്റർ നോളജ്ഫുൾ എന്നുള്ള സ്ഥിതിയിലിരുന്നു കൊണ്ട്, മാസ്റ്റർ സർവശക്തിവാൻ എന്നുള്ള സ്റ്റേജിലിരുന്നു കൊണ്ട് വേണം എല്ലാ പ്രശ്നങ്ങളെയും മറികടക്കാൻ. പലതരത്തിലുള്ള ആ ചോദ്യങ്ങളുടെ ക്യൂവിൽ നിന്ന് മുക്തമായിരിക്കണം. അപ്പം അതിനുവേണ്ടി ബാബ ഇന്ന് മുഴുവൻ ഓർമ്മിപ്പിച്ചത് സ്നേഹത്തിൽ ലയിച്ചിരിക്കുക, സ്നേഹസാഗരത്തിൻ്റെ അനുഭവം ചെയ്യുക. ഇന്ന് മുഴുവൻ നമുക്ക് ആ സ്നേഹസാഗരത്തിൻ്റെ അനുഭവം എടുക്കാം. ബാബയിൽ നിന്നും ആ സ്നേഹത്തിൻ്റെ പ്രകാശം നമ്മളിൽ നിറയുന്നു. നമ്മളിലൂടെ മറ്റുള്ള ആത്മാക്കളിലേക്കും ആ ഈശ്വരീയ സ്നേഹത്തിൻ്റെ പ്രവാഹം വ്യാപിച്ച് എല്ലാ ആത്മാക്കളും ആ ഈശ്വരീയ സ്നേഹം അനുഭവിക്കുന്നു. ഇങ്ങനെ കണ്ടുകൊണ്ട് ബാബയുടെ ഓർമ്മയിലിരിക്കാം. ഓം ശാന്തി.